സാധാരണക്കാരായ പല ആളുകളും സിനിമയിലെത്തിയതിനു ശേഷം അവരുടെ ജീവിത രീതികൾ ആകെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ചില ആഡംബര കാറുകളൊക്കെ നമ്മൾ കാണുന്നത് തന്നെ ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ വാങ്ങുന്നത് ഏതെങ്കിലും ഓൺലൈൻ മീഡിയയിലൂടെ കണ്ടിട്ടാകും. ഇന്ന് അങ്ങനെയുള്ള വേൾഡിലെ തന്നെ റിച്ചസ്റ്റ് ആയ കുറച്ച് നടന്മാരെ നോക്കിയാലോ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വേൾഡിലെ റിച്ചസ്റ്റ് ആയ ടോപ്പ് 10 നടന്മാർ ആരൊക്കെയെന്ന് നോക്കാം. 10ാം സ്ഥാനത്തുള്ളത് ഹോങ്കോങ്ങിൽ നിന്നും ഒരു കൂട്ടം ആക്ഷൻ കോമഡി സിനിമകളിലൂടെ ശ്രദ്ധേയനായ ജാക്കി ചാൻ ആണ്. എന്തിന് കരാട്ടെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇങ്ങ് കേരളത്തിലുള്ള ആളുകൾക്ക് പോലും മനസ്സിലേക്ക് ഒരുപക്ഷെ ആദ്യം ഓടിയെത്തുന്നത് ജാക്കി ചാൻ ആയിരിക്കും അല്ലേ. കരാട്ടെ കിഡ്, റഷ് അവേഴ്സ് എന്നൊക്കെയുള്ള സിനിമകൾ ലോകം മൊത്തത്തിൽ ശ്രദ്ധ നേടിയവയാണ്. ഒരു കാലത്ത് ഇത്രയും അധികം ജനപ്രീതി ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആക്ടേഴ്സിന്റെ പട്ടികയിൽ ചാൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന് മറ്റു പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. ഏകദേശം $557.09 മില്യൺ ചാനിന്റെ മുഴുവൻ ആസ്തി. ഇത് മുഴുവനായും ചാരിറ്റിക്ക് വേണ്ടി ഫ്യൂച്ചറിൽ ചിലവാക്കാനും ജാക്കി ചാൻ പ്ലാൻ ഉണ്ട്. 9ാം സ്ഥാനത്തുള്ളത് തന്റെ ജനറേഷനിലെ തന്നെ മികച്ച ഒരു നടനായിരുന്ന ടോം ഹാങ്ക്സ് ആണ്. ഫിലാഡൽഫിയ ആൻഡ് ഫോറസ്റ്റ് ഗംപ്, ഹാങ്ക്സ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ഓസ്കാർ വരെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കരിയറിൽ തന്നെ നിരവധി വിജയങ്ങൾ കൈയടക്കാൻ കഴിഞ്ഞ ഈ നടന്റെ ആസ്തി $571 മില്യൺ ആണ്. ഇതിൽ $225 മില്യൺ റിയൽ എസ്റ്റേറ്റ് വഴി നേടിയതാണ്. തീർച്ചയായും ഇദ്ദേഹത്തിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിൽ റിയൽ എസ്റ്റേറ്റും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 8ാം സ്ഥാനത്തുള്ളത് ഏകദേശം $590 മില്യന്റെ ആസ്തിയുള്ള ജാക്ക് നിക്കോൾസൺ ആണ്. 60 സിനിമകളിലോളം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അയാളെടുത്ത ഫിനാൻഷ്യൽ ഡിസിഷൻ മൂലമാണ് ഇത്രയധികം സമ്പാദ്യം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. റിയൽ എസ്റ്റേറ്റും വിലപിടിപ്പുള്ള ആർട്ട് വർക്കുകളിലൂടെയുമൊക്കെ ഏകദേശം $375 മില്യണോളം ആസ്തിയാണ് ഇതിലുള്ളത്. ടിം ബർട്ടൻസ് എന്ന ബാറ്റ്മാൻ സിനിമയിലെ റോളിലൂടെയും അതിന്റെ മെർച്ചൻഡൈസിലൂടെയും ഒക്കെ നിരവധി പൈസയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. 7ാം സ്ഥാനത്തുള്ളത് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ആക്ടിങ്ങിന് പുറമെ സ്വാധീനമുള്ള ഒരു മനുഷ്യനായ ബ്രാഡ് പിറ്റാണ്. നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നേടിയെടുത്ത ഇദ്ദേഹം റീസെന്റായി സൈൻ ചെയ്ത ചെക്ക് തന്നെ ഏകദേശം $45 ബില്യൺ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഫോർമുല 1 എന്ന മൂവിക്ക് വേണ്ടിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ആക്ടിംഗ് മാത്രമല്ല ഇദ്ദേഹത്തിനുള്ളത്. പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കോ ഫൗണ്ടർ കൂടിയാണ് ഇദ്ദേഹം. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമകൾ കാഴ്ചവെച്ച ഈ കമ്പനിയും വളരെ പ്രോഫിറ്റബിൾ ആണ്. ഇദ്ദേഹത്തിനുള്ള മുഴുവൻ ആസ്തിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് ഏകദേശം $594 മില്യൺ വരും. 6ാം സ്ഥാനത്തുള്ളത് സിനിമാ ചരിത്രത്തിലെ തന്നെ മികച്ച നടനെന്ന് വിശേഷിക്കപ്പെടുന്ന റോബർട്ട് ഡെ നീറോ ആണ്. സിനിമയിൽ നിന്നും നല്ല രീതിക്കുള്ള റവന്യൂ ഉണ്ടായിട്ട് കൂടി ചെയിൻ നോബു എന്ന ഗ്ലോബൽ ഹോട്ടലിന്റെ കോ ഫൗണ്ടർ കൂടിയാണ് ഇദ്ദേഹം. ഏകദേശം 40ഓളം സ്ഥലങ്ങളിലാണ് ഈ ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൽ നിന്നും നല്ലൊരു തുക തന്നെ ഇദ്ദേഹത്തിന് വരുമാനമായി ലഭിക്കുന്നുമുണ്ട്. ഇതുകൂടാതെ തന്നെ റിയൽ എസ്റ്റേറ്റിലും മറ്റ് റെസ്റ്റോറന്റിലുമൊക്കെ ഇദ്ദേഹത്തിന് ഷെയറുമുണ്ട്. ഏകദേശം $735 മില്യൺ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ആസ്തി. 5ാം സ്ഥാനത്തുള്ളത് സിനിമയിലൂടെയുള്ള ഫെയിമും ബിസിനസ്സും കൂട്ടിയോജിപ്പിച്ച് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുത്ത ജോർജ് ക്ലൂണിയാണ്. സിനിമകളിൽ നിന്നുമുള്ള വരുമാനം ഉണ്ടായിട്ടും കാസമിഗോസ് എന്ന പ്രീമിയം ടെക്വില ബ്രാൻഡിന്റെ കോ ഫൗണ്ടർ ആവുകയും പിന്നീടത് $1 ബില്യണിന് സെയിൽ ചെയ്തപ്പോൾ അതിൽ നിന്നുമൊക്കെയുള്ള ഭീമമായ സമ്പാദ്യം ലഭിക്കുന്നതിലൂടെയുമാണ് ഈ രംഗത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹം സിനിമയിലെ തന്നെ പ്രൊഡ്യൂസിംഗ് മേഖലയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഏകദേശം $742 മില്യൺ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ആസ്തി. 4ാം സ്ഥാനത്തുള്ളത് ഇന്ത്യക്കാരുടെ സ്വന്തം SRK എന്നറിയപ്പെടുന്ന ഷാറൂഖ് ഖാൻ ആണ്. ഇന്ത്യൻ സിനിമകളിലൂടെ മാത്രമാണ് ഇദ്ദേഹം ഈ നേട്ടത്തിലേക്ക് എത്തിയതെന്നത് വളരെ ശ്രദ്ധേയമാണ്. ബോളിവുഡിന്റെ തന്നെ ഫേസ് ആയിട്ടാണ് ഷാറൂഖ് ഖാനെ കൺസിഡർ ചെയ്യുന്നത്. ഏകദേശം 30 വർഷത്തോളമായി ഇന്ത്യയിലെ തന്നെ ഹൈലി പെയ്ഡ് ആക്ടറായിരുന്നു ഷാറൂഖ് ഖാൻ. 2023 ജവാനിലൂടെയും പത്താനിലൂടെയും ഒക്കെ ഏകദേശം 2000 കോടിക്കടുത്താണ് ഗ്ലോബൽ കളക്ഷൻ നേടിയത്. മാത്രമല്ല വ്യത്യസ്ത ലീഗുകളിലായി 2 ക്രിക്കറ്റ് ടീമുകളും റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് എന്നൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓണറാണ് ഇദ്ദേഹം. നിരവധി ബിസിനസ്സുകളും ഷെയറുമുള്ള ഇദ്ദേഹത്തിന്റെ ആസ്തി $876 മില്യൺ ആണ്. 3ാം സ്ഥാനത്തുള്ളത് ഇമ്പോസിബിൾ, ടോപ്പ് ഗൺ എന്നിങ്ങനെ തുടങ്ങി ലോകം മുഴുവൻ ഫേമസ് ആയ സിനിമകളിലൂടെ പ്രശസ്തി ആർജിച്ച ടോം ക്രൂയിസ് ആണ്. ഇദ്ദേഹത്തെ അറിയാത്തവരെ സിനിമാ പ്രേമികൾക്കിടയിൽ ആരും തന്നെ കാണില്ല. ഹൈയസ്റ്റ് പേടെയുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് ഇദ്ദേഹം. റിയൽ എസ്റ്റേറ്റും നിരവധി പ്രോപ്പർട്ടീസും സ്വന്തം പേരിലുണ്ടെങ്കിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷ ആസ്തിയും സിനിമയിൽ നിന്നും മാത്രമായി ഉണ്ടായിട്ടുള്ളവയാണ്. ഏകദേശം $891 മില്യൺ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ആസ്തി. 2ാം സ്ഥാനത്തുള്ളത് WWE തുടക്കകാലങ്ങളിൽ പ്രശസ്തി നേടിയെങ്കിലും പിന്നീട് ഒരു സ്റ്റാറായി മാറിയ ഡ്വൈൻ ദ റോക്ക് ജോൺസൺ ആണ്. അദ്ദേഹത്തിന്റെ ശരീരവും ആക്ടിങ്ങിലുള്ള മികവും ഒക്കെ നിരവധി സിനിമകൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. സിനിമയ്ക്ക് പുറമെ നിരവധി ബിസിനസ്സുകളിൽ ഷെയറുകളുള്ള ഇദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം $1.1 ബില്യൺ ആണ്.
ഒന്നാം സ്ഥാനത്തുള്ളത് വേൾഡ് സിനിമയിലെ തന്നെ ഫേമസ് ആയുള്ള ആക്ടേഴ്സിൽ ഒരാളായ ആർണോൾഡ് ആണ്. നിരവധി റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആക്ടിങ്ങിന് പുറമെ ബോഡി ബിൽഡർ, പൊളിറ്റീഷ്യൻ, ഓൺട്രപ്രണർ എന്നിങ്ങനെ നിരവധി റോളുകളും ഇദ്ദേഹത്തിന്റെ ലൈഫിലുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷത്തെ ബില്യണേഴ്സിന്റെ റാങ്കിൽ ഇദ്ദേഹം ഇടം പിടിച്ചു കഴിഞ്ഞു. റിയൽ എസ്റ്റേറ്റിലൂടെയും ഒരു ഭീമൻ തുക ഇദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ $1.49 മില്യൺ ആണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും ധനികന്മാരായ നടന്മാർ. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ആസ്തിയാണല്ലേ പലർക്കും. എന്നാൽ ഇവരും നമ്മളെ പോലുള്ള മനുഷ്യന്മാർ മാത്രമാണെന്ന ഒറ്റ ചിന്ത മതി നമുക്കും ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചേക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.